ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കൂടുതലൊന്നും ഉണ്ടാക്കാൻ പോയില്ല. രാവിലെ മാത്രം നനച്ചുള്ളൂ. കുട്ടികൾ 11:30 ആകുമ്പോഴത്തേന് സ്കൂൾ വിട്ട് വരും. അതിന് മുമ്പേ കുറേ പണികളുണ്ടായിരുന്നു, അത് തീർക്കണം. അതിന് വേണ്ടിയിട്ട് വേഗം വേഗം കൊച്ചിനെ റെഡിയാക്കി ഒരുക്കി കേട്ടോ. അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ ബ്ലോക്കാണ് കേട്ടോ. പിന്നെ നന്തൂറിലെ കാര്യം പറയാൻ വേണ്ട, എപ്പോൾ നോക്കിയാലും ബ്ലോക്ക്. അങ്ങനെ ഞാൻ കാർ ഷോറൂമിലെത്തി ഫ്രണ്ട്സ്. ഏത് വണ്ടി എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അപ്പോഴാണ് ഓർത്തത് വന്നത് ഇൻഷുറൻസ് കെട്ടാനാണ്, അല്ലാതെ വണ്ടി എടുക്കാനല്ലാന്ന്. അങ്ങനെ ഇൻഷുറൻസും കെട്ടി മാർക്കറ്റിൽ വന്ന് കുറച്ച് കോഴിയും മേടിച്ചു, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്. നാളെ ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ ഇന്ന് തന്നെ എല്ലാം മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് പിന്നെയും ബ്ലോക്ക്. നമ്മുടെ പകുതി സമയം ഈ ബ്ലോക്കിൽ തന്നെ പോകും. അങ്ങനെ ഞാൻ പിന്നെ പള്ളിയിലെത്തി. പള്ളി ഇൻഫൻറ്റ് ജീസസിൽ വരാതെ കുറച്ച് ദിവസമായിരുന്നു. പള്ളിയിലെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് വരാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും ഭയങ്കര മഴ. പിന്നെ കുറേ നേരം അവിടെ നിന്നു കേട്ടോ. കുടയില്ലാത്തതുകൊണ്ടൊന്നുമല്ല, കുട നനയ്ക്കാനുള്ള മടി കൊണ്ടാണ് കേട്ടോ നിന്നത്. ഇവിടെ താഴെ തന്നെയാണ് കേട്ടോ അമ്മയുടെ വീട്. ഹായ് മാങ്ങ. ഓ, കിട്ടിയില്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ അത് നോക്കാതെ പള്ളിയിലോട്ട് കയറി കേട്ടോ. അങ്ങനെ പള്ളിയിലൊക്കെ പ്രാർത്ഥിച്ചു. ഉണ്ണീശോനോടും മാതാവിനോടൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പിന്നെ ഞാനും കൊച്ചും കൂടെ ഇറങ്ങി കേട്ടോ. ഈ പള്ളി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പള്ളിയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബേക്കറിയിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് കഴിക്കാനുള്ളത് മേടിച്ചു. വീട്ടിലെത്തി കേട്ടോ. വീട്ടിൽ ചേച്ചീനെ പണിയെടുക്കാൻ സമ്മതിക്കുന്നില്ല. അതിൻ്റെ മേലെ കയറി നിന്നിട്ടാണ് കേട്ടോ കുസൃതി. ചേച്ചി ഒരുപാട് കൊഞ്ചിക്കുന്നതുകൊണ്ടാണ് പറഞ്ഞാൽ കേൾക്കുകയില്ലാത്ത. അപ്പോഴാണ് അമ്മ പറയുന്നത്, ഞാൻ വന്നിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് പിക്ക് ചെയ്യാനായിട്ട്. പിന്നെ കുട്ടികളെ അമ്മേനെയും പിക്ക് ചെയ്തു. നൈറ്റിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു, ഒരു 2 നൈറ്റിയും മേടിച്ചു. അമ്മ ദേ തിരിച്ചു പോകുന്നു. പിന്നെ അമ്മാമ്മയുടെ വക കൊച്ചുങ്ങൾക്ക് ഉപദേശം, നന്നായിട്ട് പഠിക്കണം, അമ്മേനെ ഉപദ്രവിക്കരുത്, അമ്മേനെ നന്നായിട്ട് നോക്കണം. അമ്മ വരുന്നതും കാണാം, പോകുന്നതും കാണാം. മര്യാദയ്ക്ക് വർത്താനം പറയാൻ പോലും കിട്ടിയല്ല. പിന്നെ വർത്താനം പറയണമെങ്കിൽ ഫോൺ വിളിച്ചിട്ട് വർത്താനം പറയണം കേട്ടോ. കൊച്ചു കരച്ചിലും തുടങ്ങി. അവളെ എങ്ങനെയൊക്കെയോ മയക്ക് ഇതേൻ്റെ അമ്മ പോണു. അമ്മയുടെ ബസ്സും വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.